പല സ്ഥലങ്ങളിലും പല രീതിയിൽ വെക്കുന്ന ഒരു ഐറ്റമാണ് അവിയൽ. ഇന്ന് ഞാനിവിടെ ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് ചേനയാണ്, അതിനുശേഷം പച്ചക്കായ, ക്യാരറ്റ്, മുരിങ്ങാക്കോല്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെയാണോ വെജിറ്റബിൾസ് ഇഷ്ടം അതൊക്കെ ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് പയറും ബീൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പയറൊരു 3-4 എണ്ണം, ബീൻസും അതുപോലെ തന്നെ എടുത്തിട്ടുള്ളത്. ഏറ്റവും മുകളിലായിട്ട് ഞാൻ മത്തൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും ഞാൻ എടുത്തിട്ടുണ്ട്. മഞ്ഞളാണ് ഇതിൽ പ്രധാനം. ഇനി അരപ്പിൽ നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർക്കുന്നത് കൊണ്ടാണ് മുളക് പൊടി കുറയ്ക്കുന്നത്. അല്ലെങ്കിലും മുളക് പൊടിയുടെ ആവശ്യമില്ല, പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് വിസിൽ വരാതെ നമുക്ക് വേവിക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഇനി അതിലേക്ക് തേങ്ങ അരപ്പ് ചേർക്കണം. തേങ്ങ അരപ്പിൽ ഞാൻ ഒരു മുറി തേങ്ങ, അതിലേക്ക് പച്ചമുളക്, ചെറിയുള്ളി, ജീരകം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ തൈര് കൂട്ടി അരച്ചതാണ്. കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്ന് അടച്ച് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അവിയൽ ഇപ്പോൾ നമുക്കിവിടെ റെഡിയാണ്. ഇനി ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.